Guess what? It's raining outside. മഴ തുറന്നു മൊത്തം. ഇവിടെ 3 ദിവസമായിട്ട് മഴയാണ്. അങ്ങനെ വലിയ മഴയല്ല, പക്ഷെ കണ്ടിന്യൂസ് മഴയുണ്ട്. നടക്കാൻ ഇറങ്ങിയതാ. നമുക്ക് നമ്മുടെ ലേക്ക് സൈഡിലൊക്കെ പോയി നോക്കാം. ചിലപ്പോൾ അവിടെ വെള്ളം നിറഞ്ഞാണ് നല്ലപോലെ. ഇതിനകത്തോട്ട് നമ്മുടെ ഇവിടെ വെള്ളം വീഴുന്നതില്ല, മലയുടെ വെള്ളം വീഴുന്നതെല്ലാം ഇതിനകത്തോട്ടങ്ങ് പോകും. ഇവിടെ പിന്നെ റോഡിൽ വൃത്തികേടും നമ്മുടെ ചവറൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ബ്ലോക്കും ആവുകയല്ല. നല്ല വെള്ളമാണ്, നമ്മുടെ മഴവെള്ളം. അതുപോയി നമ്മുടെ താഴത്തെ ലേക്കിൽ പോയി ചേരും. അതാണ് ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം. ഇന്നിവിടെ എല്ലാം പണി നടക്കുക. ഈ ഗാർഡനിങ്ങിന് വരുന്ന ആൾക്കാരില്ലേ, സിറ്റി ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയ ആൾക്കാരാണ്. ഇതിവിടെ കുറേ കൂണും വന്നിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ, ഇഷ്ടം പോലെ കൂണ്. ഈ ഇലകളുടെ ഇനി കളറ് മാറാൻ തുടങ്ങും. ഇതിപ്പം മഴ കഴിഞ്ഞാൽ ഫോൾ സീസൺ അല്ലേ, അതിൻ്റെ തുടക്കമാണ്. കഴിഞ്ഞ പ്രാവശ്യം ആ ലേക്ക് നല്ലപോലെ നിറഞ്ഞായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടാം. നല്ലപോലെ നിറഞ്ഞായിരുന്നു. എന്നിട്ട് ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന നടയൊക്കെ ഇല്ലേ, അവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. അവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വെള്ളം നിറഞ്ഞോന്ന് നോക്കാം. മൊത്തം നിറഞ്ഞ കാണുകയല്ല, പക്ഷെ ശകലമെങ്കിലും കാണും. 2-3 ദിവസം കൂടെ ഇങ്ങനെ മഴ പെയ്താൽ മൊത്തം നിറയും. നല്ലൊരു വീട്. ഇവിടെ കുറേ വീടുകൾ വിൽക്കാൻ വന്നിട്ടുണ്ട്. ഇനി അറ്റം വരെ വെള്ളം വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ മാർക്കിങ് കണ്ടോ, ഈ മാർക്കിങ് ഇവിടം വരെ വെള്ളം നിറഞ്ഞായിരുന്നു. ഇപ്പം ആയില്ല, അത്ര ആയില്ല. പക്ഷെ ഉണ്ട്, അതെ റോഡിൻ്റെ അറ്റം വരെ വന്നിട്ടുണ്ട്. ഇതെല്ലാം നനഞ്ഞ്, ഇവിടുത്തെ തടിയില്ല, തടിയെ വെള്ളം വീണാലും അത് സോഫ്റ്റ് ആവുകയല്ല. ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ മരത്തിൻ്റെ തടി കൊണ്ടാണ് ഇവർ വീടുണ്ടാക്കുന്നത്. അത് പെട്ടെന്ന് അങ്ങനെ ചീത്തയാകാത്ത ഒരു തടിയാണ്. അവിടെ ഗീസ് എന്ന് പറയുന്ന സാധനം അവർ റോഡ് വരെ വന്നു. കാണിക്കാം. അവിടെ കുറേ താറാവ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ താറാവ്. ഇതിൻ്റെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് സമയമായിരിക്കും. ചീറ്റുന്നുണ്ടോ? ഇല്ലേ പൊന്നെ, ഞാൻ വരുന്നില്ല അങ്ങോട്ട്. ഇത് ഇവിടെ താറാവ് രസമല്ലേ കാണാൻ? എന്നെ കണ്ടിട്ട് ഊട്ടുക. എൻ്റെ ചെറിയ മോള് ആ മരം കണ്ടോ, ആ വെള്ളത്തിൽ നിൽക്കുന്ന മരം, അതിനെ മണ്ടയിലൊക്കെ കയറി കളിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം എന്തേ അതെല്ലാം വെള്ളത്തിലായി. ആ മരം ഞാൻ പ്രതീക്ഷിച്ച അത്രയും വെള്ളം വന്നിട്ടില്ല. വരുമായിരിക്കും അടുത്ത ആഴ്ച കൊണ്ട്. ഇപ്പോഴും മഴ കാണിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഈ ആഴ്ച മൊത്തം മഴയാണ്. അതുപോലെ പെയ്യുവാണെങ്കിൽ അടുത്ത വീക്കെൻഡ് വരെ ഇത് മൊത്തം നിറയും. ഈ മരമൊക്കെ മുങ്ങിപ്പോറിയാം. പക്ഷെ മൊത്തമല്ല, ആ മരത്തിൻ്റെ ആ വീടിൻ്റെ ഗേറ്റ് വരെയൊക്കെ വരും വെള്ളം. ചീറ്റുന്നുണ്ടോ? ഞാൻ 2 പേരെ കാണിക്കാവേ. എൻ്റെ അമ്മമാർ ഇവിടെ നടക്കുക. എന്നെ കണ്ടോ? ചീറ്റിയോ അത് നിങ്ങളുടെ കൊണ്ട്? എന്നെ കണ്ടിട്ട് ചീറ്റി. കൊത്തം വന്ന പെടലിയെ പിടിച്ചാൽ മതിയേ. വെള്ളം കയറി ഇവിടം വരെ വന്നു. ഇത് നല്ല വലിയ വലിയ മീനൊക്കെ ഉണ്ടെന്നേ. ആ തടി കഷ്ണം എപ്പോൾ ഞാൻ കണ്ടാലും എനിക്കത് മുതലാണെന്ന് തോന്നുന്നു. ആ തടി കഷ്ണം കണ്ടോ? വീട് കണ്ടോ? എന്ത് രസമാണ് വീട് കാണാൻ. ഈ സൈഡിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് എനിക്കിതാ. അതിൻ്റെ സൈഡിലൊരു നല്ലൊരു മാപ്പിൾ മരം. നല്ല വീടല്ലേ?
എല്ലാം ഒന്ന് ഫ്രഷായി. മൃഗങ്ങളും പിന്നെ പക്ഷികളും പിന്നെ ഈ മരവും എല്ലാം അങ്ങ് ഫ്രഷായി. ഫോൾസ് വരുമ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം പോവും, ഒന്നിൻ്റെ ഇല കാണുകയില്ല. ഇത് ഒരാളുടെ സൈക്കിള്, ആരുടെ അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടേ, പുള്ളിക്കാരൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതേ മീൻ പിടിക്കുക. അത് എത്ര മഴ വന്നാലും ഉണ്ടല്ലോ, ഈ റോഡ് സൈഡിലെ ചള്ള അതിവിടുത്തെ റോഡിൽ വരുവല്ല. അത് ഇതെന്താണെന്നറിയത്തില്ല, അത് ഇങ്ങോട്ട് വരത്തേ ഇല്ല. എപ്പം വന്നാലും ഈ റോഡ് ഇതുപോലെ തന്നെ അങ്ങ് ഒരു മണ്ണും മണലും ഇല്ലാതെ കിടക്കും. നല്ലപോലെ മഴ പെയ്ത് കഴിയുമ്പോൾ ഇല്ല, ഒരു 1-2 ആഴ്ചയൊക്കെ നല്ല കണ്ടിന്യൂസ് മഴ പെയ്താൽ ഈ പാലം എല്ലാം മുങ്ങിപ്പോകും. ഈ പാലത്തിൻ്റെ ഇവിടം വരെ വെള്ളം വരും, ഈ പകുതി വരെ. എൻ്റെ കയ്യിൽ അതിൻ്റെ പഴയ വീഡിയോ ഉണ്ട്, ഞാൻ അത് നോക്കട്ടെ, അതുണ്ടെങ്കിൽ ഞാൻ കാണിക്കാതെ. ഫോട്ടോസ് എങ്കിലും കാണും. നിറയാൻ തുടങ്ങി. ഇതൊക്കെ വറ്റിക്കിടക്കുമായിരുന്നു നേരത്തെ, ശകലം ഫ്ലോ ഉണ്ട്. ഇത് കണ്ടോ? എനിക്കിഷ്ടപ്പെട്ട രണ്ടാമത്തെ വീട് ഇതാണ്. നല്ല ലേക്ക് വ്യൂ. ഞങ്ങൾ വന്നപ്പോൾ ഇത് പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. പക്ഷേ ഒരാൾ വന്ന് ഇത് റിനോവേറ്റ് ചെയ്ത് ഇപ്പം താമസം തുടങ്ങി. അവർക്ക് നല്ല ലേക്ക് വ്യൂ ആണ് കിട്ടുന്നത്. എന്ത് നല്ല വ്യൂ അത് കാണാൻ നോക്കണേ. ഒരാൾ അവിടെ മീൻ പിടിക്കുന്നു. വെള്ളത്തിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളം നല്ലപോലെ കൂടുമ്പം അവിടെ നിന്ന് വെള്ളത്തിൻ്റെ എക്സിറ്റ് പോകുന്നത് അവിടെ. ഇതിനകത്തുനിന്ന് ഒരൊറ്റ തുള്ളി വീഴുന്നില്ലായിരുന്നു. ഇപ്പം നോക്കിയേ, മണ്ണിൽ കൂടെ പ്ലെയിൻ പോകുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തു നിന്നാണ് പോകുന്നത്, പക്ഷെ ഒന്നും കാണുന്നില്ല, മേഘം കാരണം. ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ചവിട്ടി. ചാണകം പോലെയായിരുന്നു. ഒരു നല്ല വയസ്സായ ആളാണ് ജോഗിങ് ചെയ്യുന്നതുണ്ടോ. ഇവിടെ കുറേ പപ്പ് കിടപ്പുണ്ട്. എന്തോ വലിയ യുദ്ധം കഴിഞ്ഞ പോലെ. ചിലപ്പോഴേ ഈ രാത്രിക്ക് കുറുക്കനോ അതെന്തെങ്കിലും വന്ന് ഈ താറാവിനെ പിടിച്ച് തിന്നതായിരിക്കും. ഇത് നോക്കിയേ, ഈ റോഡിൽ മൊത്തം ഗീസില്ലേ, അതിൻ്റെ അവിടെ ചാണകം കിടക്കുന്ന പോലെ അങ്ങ് കിടക്കുക. ഇത് പിന്നെയും കൂണ്. ഇത് രസമെന്ന് നോക്കിയത് കാണാൻ. ഞാൻ താമസിക്കുന്ന സ്റ്റേറ്റിൻ്റെ നോർത്ത് സൈഡ്, എനിക്ക് തോന്നുന്നു ടെന്നസി ആ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ട്. മഴ കാരണം ചില ടൗണുകൾ, ഈ നദി സൈഡിൽ ഉള്ള ടൗണുകളില്ലേ, അവിടെയൊക്കെ വെള്ളം കയറി ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. ഹോപ്പ്ഫുള്ളി എല്ലാം ശരിയാവും. ഇത് കണ്ടാൽ നമ്മുടെ റബ്ബർ തോട്ടമാണെന്ന് തോന്നുന്നതല്ലേ. ഇവിടുത്തെ മരങ്ങൾ കണ്ടോ, ഇത് നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അതൊരു ബ്ലെസ്സിങ്ങാണ്. കാരണം ഇവരുടെ വീടെല്ലാം തടി കൊണ്ടുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതുപോലത്തെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന മരമാണ് മാക്സിമം. അപ്പോൾ അവർക്ക് നല്ല സ്ട്രെയിറ്റ് തടി കിട്ടും, വേസ്റ്റേജ് കുറയും. നമ്മളും നല്ലപോലെ ഒരു ബ്ലെസ്ഡ് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അവിടെ എല്ലാ രീതിയിലുള്ള കാടും ആനിമൽസും പിന്നെ എന്നാ മൗണ്ടൻസ്, റിവേഴ്സ്, സമുദ്രം എല്ലാം ഉണ്ട്. ഇത് ആ മരമൊക്കെ ശകലം മുങ്ങാൻ തുടങ്ങി, വെള്ളം കയറി അവിടം വരെ.
എന്നാ നല്ല വെൽ മെയിൻറ്റെയിൻഡ് കമ്മ്യൂണിറ്റിയാന്ന് നോക്കിയേ. ഒരു നഷ്ടമായിപ്പോയി. ഷോ, ഞാൻ കാണിക്കാം എന്നാന്ന്. ഇത് കണ്ടോ, ഷൂട്ട് ചെയ്യുമായിരുന്നേ ഓരോരോ നല്ല നല്ല ലൊക്കേഷൻസ്. ഗോപ്രോ കയ്യിൽ നിന്ന് വീണു, ഇതിൻ്റെ ഗ്ലാസ് അങ്ങ് പൊട്ടി. ഓ, ഇത് കണ്ടോ, ഞാനതിനെ സെർച്ച് ചെയ്തു. ചെറിയ ചിലവിൽ നമുക്ക് ഇതിൻ്റെ ആ ഗ്ലാസ് മാത്രം മാറ്റിയാൽ മതി. എന്നാലും ചിലവല്ലേ. മമ്മിയൊക്കെ എപ്പോഴാണ് എത്തിയത്? ചായ കുടിച്ചോ? ചായ ഉണ്ടാക്കിയോ രശ്മി? ദൈവമേ, എനിക്ക് മേലെ സർപ്രൈസ് ചായ ഒക്കെ ആയിട്ടാണ് രശ്മി. ഷോ, ഇതെന്താ മഴയത്ത് ഞാൻ വരുമ്പോഴേ ഇത് ചായ. ഷോ, രശ്മി എന്ന് പറഞ്ഞ എന്നാ രശ്മി? ഒന്ന് പറഞ്ഞേ പ്ലീസ്. വിക്സി. രശ്മി പറയുക വിക്സിയുടെ ഗ്ലാസ്സിൽ ചായ തന്നു. വിക്സി, ഞാൻ വിക്സി ഏതാ? വിക്സി എന്തുവാ? താങ്കളൊന്ന് ആലോചിക്കുക. വിക്സിയുടെ എന്താ സംഭവം എന്നറിയാമോ? സംഭവം എന്നാന്നറിയാമോ? വിസ്കിക്ക് കയറി പറയാ വിക്സി വിക്സി വിക്സിയുടെ ഗ്ലാസ്സിൽ. ഞാൻ വിക്സി ഏത് ഗ്ലാസ്സാ? വിക്സി പറഞ്ഞതേ എൻ്റെയും തെറ്റി. വിസ്കി വിസ്കി. ഒരു ചെറിയ അബദ്ധം രശ്മി, ക്യാമറ ഗ്ലാസ് പൊട്ടിച്ച്. ഷൂട്ട് ചെയ്യുമായിരുന്നു. സ്റ്റാൻഡിൽ കൂടെ എങ്ങനെയാ നടക്കുന്നത്? സ്റ്റാൻഡും വെച്ചോണ്ട് നടക്കാൻ പറ്റുമോ? അത് ഹോൾഡർ. പക്ഷെ ക്യാമറയ്ക്കൊന്നും പറ്റിയില്ല. അതിൻ്റെ മണ്ടലത്തെ ഈ ഗ്ലാസ് മാത്രമേ പൊട്ടിയുള്ളൂ. അത് നമുക്ക് ചെയ്യാം. അത് ഞാൻ ചെക്ക് ചെയ്തു ആമസോണിൽ. $6 ഉള്ളൂ. അതുകൊണ്ട് വലിയ ചിലവില്ല. എന്താ അത് കവറല്ല, അതിതാ അതിന്റെ മണ്ടലത്തെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അത്രേ ഉള്ളൂ. ഗ്ലാസ്സാ. അത് നമുക്ക് അതിങ്ങനെ കറക്കിയാൽ അതിങ്ങനെ വെള്ളോട്ട് പോരും. സൂക്ഷിക്കണം. നിനക്കൊരു സാധനം തന്നാൽ നിനക്ക് സൂക്ഷിക്കണം. അല്ല ചുമ്മാ ഇങ്ങനെ കൊണ്ട് പൊട്ടിക്കുക അല്ല ചെയ്യേണ്ടത്. മമ്മി കണ്ട ഇത് രശ്മി ക്യാമറ പൊട്ടിച്ചു. കണ്ടോ, രശ്മി പോകുമ്പോഴേ പറഞ്ഞു. അതുകൊണ്ട് അതെങ്ങനെ സംഭവിച്ചു പറയാതിരി. ഇത്രയും നാളെ ഞാൻ പോയി, നീ പറഞ്ഞിട്ടേ ഇല്ല സ്റ്റാൻഡ് കൊണ്ടുപോകാൻ. നീ ഇതുവരെയായിട്ട് രശ്മി ഇത്രയും കാലമായിട്ട് എന്നോട് പറഞ്ഞില്ല ഇത് കൊണ്ടുപോകുന്നു. ഇന്ന് പറഞ്ഞു, അത് പൊട്ടുകയും ചെയ്തു. പറയരുത് അതുകൊണ്ട്. അപ്പം ഇൻ ഷോർട്ട് രശ്മി പറഞ്ഞുകൊണ്ടാണ് പൊട്ടിയത്. അവന്റെ കൈ കൊണ്ട് പൊട്ടിയോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞുകൊണ്ട് അത് പൊട്ടിയത്. അല്ലാതെ പൊട്ടേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ പറയാതിരിക്കുക. പാപ്പയുടെ മുടി കണ്ടെന്ന് രസമാണ്. പാപ്പയ്ക്കൊന്നും കിട്ടിയില്ല. ഫെയറി കൊണ്ടുവന്നു. ഫെയറി കൊണ്ടുവന്ന് ഒന്നും തന്നില്ലേ? കഷ്ടമായിപ്പോയി. പാപ്പയുടെ പല്ല് പറഞ്ഞു. കാണിച്ചേ. ഇതെന്താ ഈ പല്ല് പറഞ്ഞു. ഇന്നലെ ഈ പല്ല് പറഞ്ഞു. അപ്പോൾ എപ്പം പല്ല് പറഞ്ഞാലും ഫെയറി വന്ന് അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. ഈ പ്രാവശ്യം തന്നില്ല. കാഷ്ടം മീൻസ് അമ്മാനെ തോड़ दिया. No, अच्छा ने तोड़ दिया. $400 का ये. You know what I could have bought with $400? Rubbish. No. Yes. No. Scrap. No. അപ്കമിങ് വ്ളോഗറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാമറ പൊട്ടിയെന്നാണ് ഇവരെല്ലാം എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ ഞാൻ ഗ്രോത്ത് ചെയ്യും? ഇതുപോലത്തെ പ്രഷറാണെങ്കിൽ ഓർത്ത് നോക്കിയേ. വീട്ടുകാർ മൊത്തം ഇപ്പം എൻ്റെ പുറകെയാണ് ക്യാമറ പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട്. വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പൊട്ടും അല്ലേ? അതിവർ മനസ്സിലാക്കുന്നില്ല. ഇതുണ്ടോ? അങ്ങനെ ഇന്ന് ക്യാമറയുടെ ലെൻസ് പൊട്ടി. അതുകൊണ്ട് ശകലം സാഡാണ്.
കുഴപ്പമില്ല, നമുക്കത് ഫിക്സ് ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.